ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി.ടി.എ യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്നു. തൃശൂർ വെള്ളപ്പായിലാണ് ദാരുണമായ സംഭവമുണ്ടായത്. ടി.ടി.എ കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്തിനെ പാലക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റ് ചോദിച്ചതിലെ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് വിവരം. ജേസൺ ചാമോളപ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ജേസൺ, ഇപ്പോൾ സംഭവസ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? മൃതദേഹം അവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചോ? മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റൂ. അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്ന് വരികയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും വഴിയിൽ നിന്നും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പം ദൃശ്യങ്ങളിൽ നിന്ന് കാണാം മൃതദേഹം. അതുപോലെ തന്നെ മൃതദേഹത്തിൽ തെറിച്ച മറ്റു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരുപാട് വാച്ച്, അതുപോലെ തന്നെ ചെരുപ്പ്, മറ്റു വസ്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി ഇട്ടിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. അതിനുശേഷം നാളെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. പ്രതിയെ ഇന്ന് തന്നെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറെ വൈകിയാണെങ്കിലും തൃശ്ശൂരിലേക്ക് പ്രതിയെ എത്തിച്ച് നാളെ രാവിലെ തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ജേസൺ, മറ്റൊരു കാര്യം, ഈ ടി.ടി.എ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീഴുകയായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നത്? മറ്റൊരു ട്രെയിൻ വന്ന് ഇടിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഈ മൃതദേഹം ഈ റെയിൽവേ ട്രാക്കിന് സമീപം തന്നെയാണോ കണ്ടെത്തിയത്? തീർച്ചയായും ഒരു പാറ്റ്ന എറണാകുളം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട വിനോദ് താഴേക്ക് തെറിച്ചു വീഴുകയും പിന്നീട് ട്രെയിൻ സമീപത്തെ പാളത്തിൽ തല ഇടിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം എതിർദിശയിൽ വരികയായിരുന്ന ട്രെയിൻ അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അത് കണ്ണൂർ എക്സ്പ്രസ് ആണോ എന്ന സംശയമുണ്ട്. ആ സമയത്ത് ഈ വഴി കടന്നു പോകുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂർ എക്സ്പ്രസ് ആണ്. കണ്ണൂർ എക്സ്പ്രസ് ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറിയുണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മറ്റു പല സ്ഥലങ്ങളിലേക്കും തെറിച്ച് പോയിരുന്നു. പിന്നീടാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളുടെ തെറിച്ചുപോയ ശരീരഭാഗങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് ശേഖരിക്കുന്ന സ്ഥിതിയുണ്ടായത്. ഇപ്പോൾ ടാർപ്പാളിയിട്ട് മൂടി ഇട്ടിരിക്കുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഇനിയും വൈകാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇപ്പോഴും പ്രദേശത്ത് എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? ഇൻക്വസ്റ്റ് നടപടികൾ അല്പം വൈകും എന്ന് തന്നെയാണ്. കാരണം ഇത് ഒരു സ്വാഭാവികമായ ഒരു മരണമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വളരെ ഒരു ക്രൂരമായ രീതിയിലുള്ള ഒരു മരണമാണ്. അതുപോലെ തന്നെ ശരീരഭാഗങ്ങളെല്ലാം ചിന്നിച്ചിതറിയ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് സമയമെടുക്കും. വളരെ സാവധാനത്തിൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ, റെയിൽവേയുടെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഇൻക്വസ്റ്റ് നടപടികൾ വളരെ സാവധാനത്തിലാണെങ്കിൽ പോലും നടന്നു വരികയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജേസൺ, ഇപ്പോൾ ചീഫ് ടിക്കറ്റ് ഓഫീസർ രവികുമാർ ചേരുന്നുണ്ട്. ശ്രീ രവികുമാർ, ഇപ്പോൾ വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ടി.ടി.എക്ക് നേരെ അതിദാരുണമായ ടി.ടി.എ ഇപ്പോൾ ട്രെയിനിൽ നിന്നും യാത്രക്കാരൻ തള്ളിയിട്ട് കൊല്ലുന്നൊരു അവസ്ഥ. അത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കുറച്ച് കാലമായിട്ടുണ്ടായിട്ടുള്ള പല സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഹൗറ ബൗണ്ട് ട്രെയിൻസ്, ഹൗറ പിന്നെ പാറ്റ്ന ഗുവാഹട്ടി സൈഡിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ, ഒരു മരണത്തിലെത്തുന്ന സംഭവം ഇപ്പോഴാണെങ്കിലും ആ കഴിയാത്ത സാഹചര്യം കുറെ കാലമായിട്ടുണ്ട്. ഒന്നത് ഓവറായിട്ട് ക്രൗഡഡ് ആകും പലപ്പോഴും ട്രെയിൻസ്. അങ്ങനെ ക്രൗഡഡ് ആകുന്നത് ഈ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പോലും, അവരുടെ കൂട്ടത്തിൽ ടിക്കറ്റ് ഇല്ലാത്തവന് പോലും കയറി യാത്ര ചെയ്യാം. ടി വന്ന് പിടിച്ചാൽ കാശ് കൊടുക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ പോകാമെന്ന അവസ്ഥ ആൾറെഡി അവിടെ നിലവിലുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ പറയുന്ന ആളുകളാണ് കൂടുതലും ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് എങ്കിലും പോകുക എന്നുള്ളതിൽ അവർ വരും. കോച്ച് ക്രൗഡഡ് ആകും. ആ കൂട്ടത്തിൽ കുറച്ച് ക്രിമിനൽ മൈൻഡുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്. അവർ പലതരത്തിലും ഓൺബോർഡ് സ്റ്റാഫിനെ, ഈ വണ്ടിയിലുള്ള ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫിനെ ബുദ്ധിമുട്ടിക്കുന്ന പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ടി.ടിമാരെ. അത് അധികാരികൾ ശ്രദ്ധയെ പലതവണ പെടുത്തിയിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായ പരിഹാരങ്ങൾക്ക് ശ്രമിക്കും.
അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വണ്ടി പഴയതുപോലെ ഓടുകയാണ്. അത് ആള് ക്രൗഡ് ആകുമ്പോൾ ഒരു പക്ഷേ റെയിൽവേക്ക് ഏണിങ്സ് പണം വരുന്നുണ്ടാവും, പക്ഷേ ജീവൻ സേഫ്റ്റിയോ റെയിൽവേയുടെ പ്രൈമറി കൺസേൺ അല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. അതിലൊന്നായിട്ട് ഇതും കൂടെ മാറുകയാണ് ഇപ്പോൾ. ക്രൗഡഡ് ആണെന്ന് പറയുമ്പോൾ തന്നെയും പല സ്ഥലത്തു നിന്നുള്ള പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്, ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എത്തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ളവരൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ TTA-മാർക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമം നടക്കുമ്പോൾ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതല്ലേ? അത്തരം നടപടികൾ മേലിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാനിരിക്കാനുള്ള ഒരു നടപടി കൂടി മുമ്പ് ഈ കുറച്ചു കാലം മുമ്പ് ഒരു സംഭവത്തില് ഒരു TTA ഒരു 3-4 ഈ ഒരു യാത്രക്കാരെ മർദ്ദിച്ച്, അതായത് ഇതുപോലെ സെയിം കേസാണ്, സെയിം ട്രെയിൻ അല്ല, ആ ഭാഗത്തേക്ക് തന്നെ പോകുന്ന ഒരു വണ്ടിയാണ്, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പോകുന്ന വണ്ടിയാണ്. അതിൽ ആ TTA അവർ കൂട്ടം കൂടി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ 1-2 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് റെയിൽവേ അഡ്മിനിസ്ട്രേഷന്റെ. അതായത് പറയാം, താൽക്കാലികമായ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകും. വീണ്ടും ഈ പഴയ പോലെ ട്രെയിൻ പഴയതുപോലെ ഓടി തുടങ്ങുമ്പോൾ ഇതേ സെയിം ക്രൗഡഡ് ആകുന്ന വണ്ടികൾ ഇത്തരക്കാർ കയറി ഇറങ്ങുന്നു, ജീവനക്കാർക്ക് പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല, എനിക്കൊന്നും ഒരു തരത്തിൽ ഇത് മറ്റേ ഇവരെ കൂട്ടത്തിൽപ്പെടാത്ത ഉണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചെറിയ തോതിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ തന്നെ പല റെയിൽവേ സ്റ്റേഷനിലും നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റെയിൽവേ അധികൃതർക്ക് അല്ലെങ്കിൽ റെയിൽവേ ജീവനക്കാർക്ക് പരാതി നൽകാൻ ബന്ധപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളുണ്ടോ? പരാതി സെൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നാളെയൊക്കെ വരും ദിവസങ്ങളൊക്കെ അതിന്റെ തന്നെ ആയിരിക്കും. കാരണം ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഇത് ഇത്തരത്തിൽ വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരാളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥ ഇവരെ എത്തിയ സ്ഥിതിക്ക് തീർച്ചയായും ജീവനക്കാരുടെ ഒരു പ്രൊട്ടസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും, അത് തർക്കമില്ല. ശരി, വളരെ നന്ദി. ശ്രീ രവികുമാർ, ചീഫ് ടിക്കറ്റ് ഓഫീസറാണിപ്പോൾ പ്രതികരിച്ചത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഓടുന്ന ട്രെയിനിൽ നിന്ന് TTA യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്നിരിക്കുകയാണ്. തൃശ്ശൂർ വെള്ളപ്പായിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. TTA വിനോദാണ് കൊല്ലപ്പെട്ടത്.